പാവം കേട്ടോ, സത്യം പറഞ്ഞാലേ ഒരു മനുഷ്യന്റെ അവസ്ഥ നോക്ക്. മണി, ഇതിങ്ങനെയാണ് കിടക്കുന്നത്? ഇങ്ങനെ തന്നെ കിടക്കുന്നത്. കമന്ന് ഒരൊറ്റ കിടത്താൻ കിടക്കും. വിളിച്ചാൽ പോലും വിളിയും കേൾക്കത്തില്ല. മറ്റത് പക്കുറൂന്ന് വിളിച്ചാൽ അപ്പോഴേ ഓടി വരുന്നതാ. ഇപ്പൊ ഇതാ അവസ്ഥ. 5 മാസമേ ഉള്ളു. ഒരു 5 മാസമേ ഉള്ളു കല്യാണം കഴിച്ചിട്ട്. 6 മാസം ഗർഭിണിയായിരുന്നു. 5 മാസം. എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് പേടിയാ. എന്തെങ്കിലും ചെയ്യൂന്നുള്ള പേടിയാണ്. ഈ വിട്ട് പോകുന്നുണ്ട്. കിണറ്റി ചാടിയോ? അവന് ചാവണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അവന്റെ അനിയൻ ഇതേപോലെ ഒരു കിണറ്റിനകത്തെടുത്ത് പൊക്കി വരെ എടുത്ത് ഇടാൻ വേണ്ടി. വിഷാന്റെ അവസ്ഥ എങ്ങനെ ഇപ്പം? അവ ഇപ്പൊ എല്ലാ മെന്റൽ പിടിച്ചോണൊക്കെ ഇല്ലാതെ മൈൻഡ് ഇല്ലാതെ അങ്ങ് നടക്കുക. പിന്നെ അവനെന്ന് വെച്ചിരുന്നാൽ ഇവിടുത്തെ ജീവിതം എന്ന് വെച്ചിരുന്നാൽ അവർക്കുള്ള അമ്മാവിയമ്മേലും അമ്മാവിയപ്പനായാലും പിന്നെ അരിയൻ ചെറുക്കനൊക്കെ നല്ല ജീവനായിരുന്നു. ഞങ്ങൾ അപ്പുറത്തിരുന്നോണ്ട് കാണിയൊക്കെ ചെയ്യും. പക്ഷെ ഇതേപോലെ ഒരു നല്ലൊരു ജീവിതം കിട്ടാൻ ആ പെണ്ണിന് ഇവിടെ വന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അടുത്തൊക്കെ നല്ല ഇടപെടിയില്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ അടുത്തൊക്കെ നല്ല ഇടപെടിയില്ല. നല്ല സ്നേഹവും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും. അല്ലാതെ നമുക്ക് കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അല്ലാതെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ജോലിക്ക് പോകത്തില്ല. പെണ്ണുപിള്ളയുടെ തുണി കഴുകും, വീട്ടു ജോലിയൊക്കെയാ. ഗർഭിണിയാന്ന് ഞങ്ങളിട്ട് കളിയാക്കുകയും ചെയ്യും അവനെ. പിന്നെ എന്നിട്ട് ഞങ്ങൾ പറയും അവന്റെ അമ്മയുടെ കാല് വയ്യാതെ ഇരുന്നിട്ട് പോലും അവൻ ഒരു വക ചെയ്തു കൊടുക്കത്തില്ല. അവന്റെ പെണ്ണുപിള്ളയ്ക്ക് നോക്കിക്കാണല്ലോ അവൻ സഹായിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞങ്ങളിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പെണ്ണൻ നല്ല സ്നേഹമായിരുന്നു. അമ്മാവിയമ്മയ്ക്ക് ഒരു കൊച്ചു ജനിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനുശേഷം പുറത്തുനിന്ന് വാർത്തകൾ മുഴുവൻ വിശാഖ സ്വന്തം ഭാര്യ ഫാനി കെട്ടി തൂക്കിയെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചായിരുന്നോ? അപ്പൊ അങ്ങനെ അത് തെറ്റായ വാർത്തയല്ല. ആദ്യം കേട്ടപ്പോൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിന്തിച്ചാണ്? ഇല്ല, ചിന്തിക്കത്തില്ല. അവ അങ്ങനെ ചെയ്യത്തില്ല. അത് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അവനെന്നല്ല, ഈ വീട്ടിലുള്ളത് ആരും അങ്ങനെ ചെയ്യത്തില്ല. നമ്മള് സഹകരിക്കത്തില്ല, മിണ്ടത്തില്ല എന്ന് കരുതിയെങ്കിലും ഞങ്ങൾ ഇവിടെ വരത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എന്നാലും ഞങ്ങൾക്ക് നല്ല പോലെ ഉണ്ട്. എന്റെ വീടാണല്ലോ അത്. അവിടെ ഇരുന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാം കാണാം. ആ പെണ്ണും അതേപോലെ നല്ല മാമിയെന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കത്തില്ല. നല്ല സ്നേഹങ്ങളും ഇവിടെയുള്ള പിള്ളേരുടെ കാര്യങ്ങളും ഇവിടുത്തെ പിള്ളേരെ ട്യൂഷൻ, ഞങ്ങളുടെ കൊച്ചുങ്ങളെ വരെ ട്യൂഷൻ എടുക്കുന്ന പെണ്ണായിരുന്നു. നല്ല സഹകരണം ഉള്ളതായിരുന്നു. പിന്നെ എന്തോ ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. സത്യമാണ് ഇതൊക്കെ. നിങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെ ചെറുപ്പക്കാർ ചോദിക്കട്ടെ, നല്ല ഇതാ. ഞങ്ങള് കൊച്ചിലും മുതലേ ആ ചെറുക്കനെ എടുത്ത് വളർത്തി ചെറുക്കനെ. അപ്പോഴതിനുള്ള സ്വഭാവം ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് ഞങ്ങൾക്ക് അറിയാം. അല്ല ഇങ്ങനെയുള്ളൊരു തെറ്റ് കാണുമ്പോൾ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ശരിക്കും പറയും വിഷാന്റെ അവസ്ഥ എന്ത്? ഇങ്ങനെ വീട് വിട്ടൊക്കെ പോവാണോ? വീട് വിട്ട് ഒരു ഭ്രാന്തി കയറി കണക്കെന്ന് വെച്ചാൽ പറഞ്ഞ് ഞങ്ങളെ തല പുണ്ണാവുന്ന തന്നെ മിച്ചം. ഞങ്ങളിനെ ലാസ്റ്റിന് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ മുഖത്തേക്ക് ഞാൻ ചിരിക്കത്തില്ലടാന്ന് പറഞ്ഞു. നീ എന്നെങ്കിലും നീ എന്റെ മുഖത്തേക്ക് ചിരി, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് നിന്ന് ചെറുക്കനില്ലയോ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിലാവുന്ന രീതിയിലാണ് ആ ചെറുക്കൻ കിടന്ന് കാണിക്കുന്നത്. ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ല. അതോ വെറുതെ ഇരിക്കുന്നുള്ള ഒറ്റ ഇരിപ്പല്ലേ? വെറുതെ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ. മെനിയാന്ന് ഞാൻ താഴെ എണ്ണപ്പനേരം അവിടെ കിടക്കുമായിരുന്നു. അവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് കിടന്നു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. കണ്ണുറന്ന് നോക്കിയപ്പോ യവനെ കാണാനല്ല. ഞാൻ നോക്കിയപ്പോ താഴെ കാട്ടിന്റെ ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് വഴക്ക് പറഞ്ഞ്. അത്രയും ഭാര്യ സ്നേഹിച്ചു എന്നർത്ഥം? തീർച്ചയായിട്ടും. അവന്റെ ഭാഗത്ത് സത്യം പറയാലോ, അവന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഒന്നുമില്ല. അല്ല, ഇങ്ങനെ സാധാരണവേ ആണുങ്ങളിൽ കാണാത്ത ഒരു പ്രകൃതമാണ് ഇങ്ങനെ ഒറ്റ ഇരിപ്പെന്നൊക്കെ പറഞ്ഞല്ലേ. കുറച്ച് അവനെ ചാവണമെന്ന് അവന് ചാവണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ അവന്റെ അനിയൻ ഇതേപോലെ ഒരു കിണറ്റിനകത്തെടുത്ത് പൊക്കി വരെ എടുത്ത് ഇടാൻ വേണ്ടി. നിങ്ങൾ സ്നേഹകാലം നേരിട്ട് കാണും? ഭാര്യ ഭർത്താവ് സ്നേഹകാലം നേരിട്ട് കാണും? എപ്പോഴും വീട്ടിൽ വരുന്നല്ലേ. ആ ചേച്ചി വരും, എൻ്റെ അടുത്ത് കാര്യം പറയും, ഇവൻ വരും. ഭയങ്കര കാര്യമായിരുന്നു. എപ്പോഴും വന്ന് കാര്യം പറയുമായിരുന്നു. നല്ല സ്വഭാവം എന്ന് വെച്ചാൽ അവൻ അത്ര. തോന്നാനുള്ള കാരണം എന്തോ? ഇത്ര നല്ല സ്നേഹമുള്ള ഭർത്താവിനെ വിട്ടിട്ട് അതാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തോ കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു വഴക്കാവട്ടെ ഒന്നും ഈ വീട്ടിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ അവർ തമ്മിൽ എപ്പോഴും രണ്ടുപേരും ബൈക്കിൽ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് അങ്ങനെ തന്നെയായിരുന്നു. അവർ നല്ല സ്നേഹത്തിൽ നടന്ന് അവരായിരുന്നു. ഇങ്ങനത്തെ ഭർത്താവിനെ കിട്ടാൻ ഒരു പുണ്യം തന്നെ ചെയ്യണമല്ലോ അല്ലേ? അത് തീർച്ചയായിട്ടും. അതാ പെണ്ണിന് ഭാഗ്യം വിധിച്ചിട്ടില്ല. അല്ല, അങ്ങനെയുള്ള ഒരാളെ മറന്നിട്ട് എന്തിനാ പെണ്ണ് ചെയ്ത്? എന്തായിരിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന്റെ ഉള്ള സത്യാവസ്ഥ ഇനി അവർക്കറിയാം എന്തായിരിക്കും അങ്ങനെ ചെയ്തതെന്ന്. അല്ല ചേച്ചി, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്തെങ്കിലും ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാവും. എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് നമ്മുടെ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? അവന്റെ വായിന്ന് ഒരു തെറ്റും ഇന്ന് വരെ വീണിട്ടില്ല. മാറുന്നില്ലെന്ന് പോലും അവൻ പറഞ്ഞിട്ടില്ല, പറയത്തില്ല. നമ്മളെപ്പോഴും കാണുന്ന കൊച്ചല്ലേ. ഇവിടെ ഞാൻ എപ്പോഴും വരുന്നതാണ്. അവര് എന്തോ നല്ല സഹകരണമാണെന്നറിയാമോ, ആ രീതിയിലാണ് ഇവിടെ സഹകരിക്കുന്നത്.
അമ്മാവിയും മരുമോളൊന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അത്ര നല്ല ലോല ഇവിടുത്തെ ജീവിതം. പിള്ളേരുടെ മനസ്സാണ് വിശാഖനല്ലേ? ആന്ന്. ഇപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുവോ? ഇപ്പൊ തന്നെ പോലെ അവിടെ പോയി കിടന്ന് ഉരുളാനായിട്ടുള്ള പോക്കാ വിളിച്ചു പോവാനായിട്ട്. ഞങ്ങൾ കണ്ടെത്തിയപ്പോ തന്നെ ആ തോട്ടത്തിൽ ഇരിക്കുവായിരുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു. എന്നിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് പറയാം, ഈ പറയുന്നവർക്കല്ലല്ലോ നഷ്ടം, എനിക്കല്ലേ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ മൊത്തം. ഞാനങ്ങനെ വഴക്ക് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പൊ എന്തായാലും പുറത്തു വന്ന വാർത്തകൾ ഇയാള് ഭാര്യയെ കെട്ടി തൂക്കി കപ്പാസിറ്റി ഉണ്ട്. ആൾക്കാർക്ക് എന്തോ പറയാൻ വയ്യാത്തത്, ആർക്കും എന്തും പറയാം, അതേ ഉള്ളൂ. അല്ലാതെ ഇവർ ആരും ഒന്നും ചെയ്തിട്ടല്ല, ഒരു കുഞ്ഞുങ്ങളും ഒന്നും ചെയ്തിട്ടല്ല അങ്ങനെ സംഭവിച്ചത്. ഇത്രയും നാട്ടുകാരുണ്ട്, ഇതെല്ലാം ആ കുടുംബത്തോടൊപ്പം നിൽക്കുവാണ്. സാധാരണ ആണുങ്ങളുടെ വീട്ടിൽ മരണം നടക്കുമ്പോൾ നമുക്കെതിരായിട്ട് തിരി ആണുങ്ങൾ ചെയ്യുന്ന വിചാരിക്കും. ഇത് വിശാഖ് ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് വല്ല ഇല്ല. എന്താ അതില്ലാതെ അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പുറത്തുനിന്ന് വാർത്തയൊക്കെ നേരെ ധരിച്ചല്ലയോ? അച്ഛന്റെ മോനായി ഇരിക്കുന്നത് അല്ലെ? സഹിക്കാൻ പറ്റുമോ ഇരിപ്പണിട്ട്? സഹിക്കാൻ പറ്റുന്ന അങ്ങനെ സഹിക്കാൻ പറ്റും. വീട് വിട്ടൊക്കെ അങ്ങ് പോവാണോ ഒറ്റയ്ക്ക്? വീട് വിട്ട് പോകുന്നുണ്ട്. കിണറ്റി ചാടിയോ? വന്ന് കണ്ട് ഉടനെ ഇയാൾ കിണറ്റിലാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഇപ്പൊ പേടിയോടെ ഇവനെ നോക്കുന്നത് അല്ലേ? എവിടെ പോയെന്ന് സംശയം, പേടി എങ്ങോട്ട് പോയി അല്ലേ അമ്മേ? ഞങ്ങൾക്ക് ഇപ്പോഴും എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് പേടിയാ, എന്തെങ്കിലും ചെയ്യൂന്നുള്ള പേടിയാണ്. എന്ന് വെച്ചാൽ ആ കൊച്ചുമായിട്ട് അത്രയ്ക്ക് ഇഷ്ടത്തിലാണ്. അവര് ഒരു ബ്രഷ് രണ്ടുപേരുമാണ് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടത്തിൽ അവര് കഴിഞ്ഞുകൂടിയത്. അപ്പൊ ഈ കൊച്ചിങ്ങനെ ചെയ്ത് സഹിക്കാൻ പറ്റൂല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാ ഞാൻ എന്റെ മരുമോളായിട്ടല്ല ഞാൻ കണ്ടത് ആ കൊച്ചിനെ. എന്റെ ഒരു മോളെക്കായാലും ഞാൻ ആ കൊച്ചിനെ സ്നേഹിച്ചു. പഴയ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അവന്റെ സ്വയം മാറിയിരിക്കും. നേരത്തെ നല്ല ചിരിയും കളിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഞാൻ ചോദിച്ചത് മിണ്ടു ഇങ്ങനെ മിണ്ടായിരുന്ന എന്ത് ചെയ്യാൻ പറ്റും വിശാഖെ? അപ്പൊ വിശാഖിന്റെ അവസ്ഥ അറിയാം. എന്നാലും ഇനിയിപ്പം അത്ര സ്നേഹിച്ചിരുന്ന ഭാര്യയെ വിശാഖ് അത്ര സ്നേഹിച്ചിരുന്നോ? അത്ര സ്നേഹിച്ചിരുന്നോ? പറയാ ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അതിനൊക്കെ ജീവിക്കണ്ടേ? പുറത്തു വന്ന വാർത്തകളൊക്കെ ഭാര്യ ഉപദ്രവിക്കും എന്നൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല. വഴക്ക് പറയാം സ്വാഭാവികമായിട്ടില്ലയോ? ഒരു കുഞ്ഞിനെ കാണുന്ന വലിയ ആഗ്രഹമായിരുന്നു അല്ലേ? 6 മാസം ഗർഭിണിയായിരുന്നു, 5 മാസം. അപ്പൊ ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എന്തെങ്കിലും പറ. അപ്പം ഭാര്യയെ കെട്ടിത്തൂക്കിയെന്നാ പറയുന്നത്. വിശാഖ് കെട്ടിത്തൂ അങ്ങനെ ഒന്ന് അടിക്കാൻ പോലുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ആളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇങ്ങനെ വാർത്ത കേൾക്കുമ്പോൾ എന്താ തോന്നുന്നേ? ഒന്നുമില്ല, എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. ഒന്നുമില്ല. അവളെ പോലെ ചിന്തയാണ് ഇപ്പൊ എപ്പോഴും ഉള്ളത്. ആണല്ലേ? എന്താ വീട്ടിലേക്ക് കയറാത്ത? എന്താ ഇപ്പം വീട്ടിലേക്ക് ആൾക്കാർക്ക് സഹകരിക്കാത്ത? എന്താ വീട് നേരത്തെ ഞങ്ങൾ ഇരുന്നപ്പോ തന്നെ വീട് വിട്ട് ഇറങ്ങി പോവല്ലേ? എങ്ങോട്ട് പോകുന്നേ? ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന എന്തിനാ? അവളെ പറ്റി ഓർമ്മകളാണോ വരുന്നേ? പറ. ഓർമ്മകളാണ് വരുന്നത്. രാത്രി ഒന്നും ഉറങ്ങാനൊന്നും പറ്റുന്നില്ലേ? ഇന്നലെ ഉറങ്ങിയില്ലേ? ആ ചിന്ത, ആ നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിന്റെ ചിന്ത എപ്പോഴും മനസ്സിൽ വരുന്നത്. ഉറക്കം ഒന്ന് പറ. എങ്ങനെ പരിചയപ്പെടുന്നത്? എങ്ങനെയായിരുന്നു ഈ ഭാര്യ എങ്ങനെ പരിചയപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെ പരിചയപ്പെടുന്നേ? നിങ്ങൾ തമ്മിൽ എങ്ങനെ ഇഷ്ടത്തിലാവുന്നേ? എൻ്റെ കൂടെ പഠിച്ച കുട്ടിയായിരുന്നു. ഓക്കെ, ഉറക്കെ പറയാൻ ഇനി സംഭവം. എൻ്റെ കൂടെ പഠിച്ചായിരുന്നു. അവർ നാട്ടില് പോയി ജോലിക്കൊക്കെ പോയപ്പോ കണ്ട് സംസാരിച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് രണ്ടാം ഘട്ടമാണെന്ന് കാരണം അറിയാം. അപ്പൊ ആദ്യത്തെ ഭർത്താവ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയത്? അത് ആ കൊച്ചിന്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങള് അദ്ദേഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞെങ്കിൽ ആ കൊച്ചി വീട്ടിലാണ് നിന്നത്. അവൻ വരത്തൊന്നുമില്ലായിരുന്നു. അവരമ്മയ്ക്കൊക്കെ അറിയാം അവൻ ആരെങ്ങനെയൊക്കെ ആണെന്ന്. അങ്ങനെ അവര് ഡിവോഴ്സ് കൊടുത്ത്. ഡിവോഴ്സ് ആയി. എന്നിട്ടാണ് നിങ്ങൾ ഇഷ്ടത്തിലാവുന്നത്? നമ്മൾ ഇഷ്ടത്തിലായി. എന്നിട്ട് ആ രണ്ടാം ഘട്ടമുള്ള പെണ്ണിനെ ഇഷ്ടപ്പെടാനുള്ള വലിയൊരു മനസ്സുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. കല്യാണം നടത്തിയായിരുന്നോ? അപ്പൊ നിങ്ങൾ എത്ര വർഷം താമസിച്ചു ഒരുമിച്ച് ഇവിടെ വന്നിട്ട്? എത്ര വർഷം താമസിച്ചു? 5 മാസം. 5 മാസമേ ഉള്ളൂ. ഒരു 5 മാസമേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട്? ഏപ്രിൽ 28. 5 മാസം ആയപ്പോ തന്നെ ഇങ്ങനെ സംഭവം നടന്നു. ആ 5 മാസം നല്ലൊരു ജീവിതമായിരുന്നോ? അന്ന് ചെറിയ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്ന ആളായിരുന്നോ ഭാര്യ? ഇല്ല, ദേഷ്യപ്പെടുത്തുന്നില്ല, ചെറിയ പിണക്കൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. ഇത്രയും നല്ലൊരു ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യ അങ്ങനെ ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അറിയത്തില്ല. പറയാനൊരു അവസരം ഇത്. അറിയത്തില്ല. ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അപ്പോഴങ്ങ് തീരും. അല്ലാതെ
ഒന്നുമില്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ചെയ്തതെന്ന് അറിയത്തില്ല. എപ്പോഴാ അറിയുന്ന? എപ്പോഴാ ഇങ്ങനെ ചെയ്ത കാര്യം? എന്തൊരു ആത്മഹത്യ ചെയ്ത കാര്യം എപ്പോഴാ? വിഷാന്തരം വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഇല്ലായിരുന്നു. അല്ല, പുറത്തുള്ള വാർത്തകളൊക്കെ ഇങ്ങനെയാണ് കേൾക്കുന്നത്. വിഷ കെട്ടിത്തൂക്കിന്നാ പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും. ഇതൊന്നും പുറത്തുള്ള കാര്യം അറിയുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തിക്കാൻ പോലുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത ആളാ അല്ലേ? ഇപ്പൊ എവിടെ രാത്രിയിലൊക്കെ ഇറങ്ങി പോകുന്ന കൂട്ടുകാരൊന്നും ഇല്ല ഇപ്പൊ? അന്നേരം ഇറങ്ങിയാൻ പോവാ അല്ലേ? ഇപ്പോഴും